എന്റെ കൈയും കാലും കെട്ടിയിട്ട് ശബ്ദിക്കാൻ പോലും കഴിയാതെ ഞാൻ നോക്കി നോക്കി എന്റെ കൺമുന്നിൽ വെച്ച് ഡോക്ടർ, നിങ്ങൾ വീണ്ടും പഴയ പല്ലവിധന ആവർത്തിക്കുകയാണ്. എന്റെ കക്ഷികൾ എന്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തോടെ ക്രൂരത കാട്ടണം? എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ. ഇവർ ചെയ്തു പോന്ന പല തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. ആ വൈരാഗ്യത്തിന് പക തീർക്കുകയായിരുന്നു അവർ. ഡോക്ടർ, തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നതല്ല. കോടതിയിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാജരാക്കൂ. സാക്ഷി? എനിക്ക് സാക്ഷി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം അറിയുന്ന ഈശ്വരൻ. യുവർ ഓണർ, പ്രോസിക്യൂഷനോടുള്ള പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ എന്റെ കക്ഷികൾക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ അലീബി എന്ന നിയമം അംഗീകരിക്കുന്ന ഒരു ചെറിയ തെളിവ് ഞാൻ ഹാജരാക്കട്ടെ. ബാലു, ചന്ദ്രു, രാമു, വിൽസൺ, ഈ കക്ഷികൾ 4 പേരും. കൂട്ടത്തിൽ മിസ്റ്റർ ചന്ദ്രു ഇന്ന് കോടതിയിലില്ല. പ്രോസിക്യൂഷൻ അറിയാവുന്നതുപോലെ അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഇവർ 4 പേരും ഡോക്ടർ രാമേന്ദ്രന്റെ വീട്ടിൽ ക്രൂരമായി ദുരന്തം നടക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ബാംഗ്ലൂരിലായിരുന്നു. ബാലുവിന്റെ അമ്മാവനും MP-യുമായ ശ്രീ നന്ദൻ മേനന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറും സ്ഥലം MLA-യുമായ ശ്രീ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ ശ്രീ നന്ദൻ മേനോന്റെ കൂടെ മന്ത്രിമാരും MP-മാരും അടക്കം നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ എന്റെ കക്ഷികളും സന്നിഹിതരായിരുന്നു എന്നതിന് പ്രസ്തുത ചടങ്ങുകളുടെ ഫോട്ടോ ആൽബവും വീഡിയോ കാസറ്റും മതിയായ തെളിവുകളാണ്. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുകയാണെങ്കിൽ ശ്രീ നന്ദൻ മേനോനെ സാക്ഷിയായി വിസ്തരിക്കാം. സത്യം. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. വെൽ മിസ്റ്റർ നന്ദൻ മേനോൻ, ബാലു, ചന്ദ്രു, രാമു, വിൽസൺ എന്നീ 4 പേരും താങ്കളോടൊപ്പം ബാംഗ്ലൂരിൽ മിസ്റ്റർ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിച്ചിരുന്നു എന്നത് സത്യമാണ് അല്ലേ? അതെ, സത്യമാണ്. അവർ 4 പേരും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇവർ ബാംഗ്ലൂരിലെത്തിയത്? വിവാഹത്തിന്റെ തലേന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ. എന്ന് പറയുമ്പോൾ ഇവർ ഓണർ, ഇവർ 4 പേരും സംഭവം നടന്നതിന് തലേന്ന് തൊട്ടേ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം സാക്ഷ്യം പറയുന്നു. 2 ലക്ഷത്തിലെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ച MP-യാണ് ഇദ്ദേഹം. ഈ സാക്ഷിമൊഴിക്ക് ഇതിന്റേതായ വില കൊടുക്കണം. ഇവർ 4 പേരും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതിന്റെ എയർ ടിക്കറ്റുകളാണിത്. ഇനി അവശേഷിക്കുന്നത് 3 പേരാണ്. അവരിൽ ടോമിയും കാസിമും അന്നേ ദിവസം മദ്രാസിൽ കോമൺവെൽത്ത് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനേഴ്സിൽ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയായിരുന്നു എന്നതിനുള്ള തെളിവുകളാണിത്. ഡേവിസ് പ്രസ്തുത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിൽ വിവിധ കക്ഷി യുവജന സംഘടനകൾ നടത്തിയ പിക്കറ്റിംഗിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചതായി ഈ രേഖയിൽ കാണുന്നു. ബാംഗ്ലൂരിലും മദ്രാസിലും തിരുവനന്തപുരത്തുമായിരുന്ന എന്റെ കക്ഷികൾ ഈ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുക തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. കോടതിക്ക് അംഗീകരിക്കാൻ മാത്രം വിശ്വാസ്യത ഈ എലീബി എവിഡൻസുകൾ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത മാസം 9-ാം തീയതി വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. പ്രതികളുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം സംശയാതീതമാവിധം തെളിയിക്കുവാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലാത്തതിനാലും ഹാജരാക്കിയ ഏക തെളിവായ ഡോക്ടർ രാമചന്ദ്രന്റെ സാക്ഷിമൊഴിയുടെ വിശ്വാസ്യത കോടതിക്ക് ബോധ്യപ്പെടാത്തതിനാലും സർവോപരി പ്രതികൾക്ക് സംശയാതീതമാവിധം അലിവി എവിഡൻസിന്റെ ആനുകൂല്യം ഉള്ളതിനാലും പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു.
Bye. ഡോക്ടർ, പുഷ്പയ്ക്ക് ഓ പുഷ്പേ, ഒരു സെഡേറ്റീവ് കൊടുത്തോളൂ, കുറച്ച് ഉറങ്ങട്ടെ. ആ, ഡോക്ടർ മാത്യൂസ് വരുമ്പോൾ എന്നെ വിളിക്കണം. യെസ് ഡോക്ടർ. നേരെ ഒരുപാടായി. ഇതൊന്നും മാറ്റണമെന്ന് പറഞ്ഞാലും ചേട്ടൻ കേൾക്കില്ല. റിപ്പയറാണോ? കൊച്ചതിലേക്ക് എവിടെ പോകേണ്ടത്? അതിലോട്ട് കയറിക്കോ, കൊണ്ടുവിട്ടേക്കാം. ഇങ്ങോട്ട് കേറടി. എന്ത് പറഞ്ഞടാ?
രണ്ടും വലിയടത്ത പിള്ളേരാ. സ്വർണ്ണക്കട ഭാസ്കരന്റെ മോനും കൺട്രാക്ടർ തോമാച്ചന്റെ മോനും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാനാണ്? തങ്ങളെ രക്ഷിച്ചത് അജ്ഞാതനായ ഒരാളാണെന്ന് സ്കൂട്ടറിൽ വന്ന ദമ്പതികൾ പറയുന്നു. മരിച്ചവരുടെ തലയ്ക്ക് ശക്തിയായി അടിയേറ്റിട്ടു. എന്റെ പൊന്ന് സാറേ, അത് കള്ളു കുടിച്ച് ലെക്കില്ലാതെ ബൈക്ക് വരുമ്പം റോഡ് ഏത് കുഴി ഏത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ ഉരുണ്ട് വീണ് തലയ്ക്ക് അടി പറ്റിയതായി കൂടാനുണ്ടോ? പറയുമ്പോ അതേ പ്രസംഗമാണെന്ന് പറയുകയല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മദ്യപിച്ച് ബൈക്ക് ഓടിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായ അപകട മരണം. താൻ എന്താണ് കുട്ടമ്പിള്ളി പറയുന്നത്? അത്രേ ഒക്കൂ സാറേ. അല്ല, നമ്മൾ വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ചത്ത പാർട്ടി രണ്ടും അത്ര ശുദ്ധ പാർട്ടി ആയിരുന്നില്ലെന്ന് നമുക്കറിയാവേ. മേളിലൊരു മൂപ്പരിപ്പുണ്ട്, അങ്ങേരുടെ ഫയലിൽ ലേവന്മാരെ ക്ലോസ് ചെയ്തു എന്ന് എഴുതി കാണും. പിന്നെ നമ്മൾ വിളിച്ചാലുണ്ടോ നിൽക്കുന്നു? റോഡ് ഒക്കറൻസ് എന്ന് എഴുതി സാറാ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യണം. ആ